ജോലി നേടാൻ ലിങ്ക്ഡിൻ ഹെൽപ്പ് ചെയ്യും എന്നറിയാം. പക്ഷെ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? എങ്ങനെയൊക്കെ നമുക്ക് ലിങ്ക്ഡിൻ വഴി ജോലി നേടാം എന്ന് കൂടി അറിഞ്ഞിരിക്കണ്ടേ? പലരും ആ ഫുൾ പൊട്ടൻഷ്യൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമായിരിക്കും പലരും ഉപയോഗിക്കുക. അതിൽ തന്നെ അതുപോലെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഒരുപാട് പേര് കണ്ടിട്ടുള്ളത് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് പല ഹയറിംഗ് പോസ്റ്റുകളുടെ ഇടയിൽ ഇൻട്രസ്റ്റഡ് എന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രം ജോബ് സെർച്ച് നടത്തുന്ന ആൾക്കാർ പോലും ഉണ്ട്. എന്നാൽ നമുക്ക് ലിങ്ക്ഡിൻ വഴി ജോലി നേടാൻ 7 വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും ഒന്നാമത്തെ കാര്യം ഏറ്റവും കോമൺ ആണ്, കൂടുതൽ പേരും ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ദാറ്റ് ഈസ് ലിങ്ക്ഡിൻ ജോബ്സ്. നമ്മുടെ ലിങ്ക്ഡിൻ ജോബ്സ് ഒരു സെപ്പറേറ്റ് ഒരു ഭാഗം തന്നെയുണ്ട്. നമുക്കവിടെ പോയാൽ നൗക്കറി കാണുന്ന പോലെ തന്നെ വേക്കൻസീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കും. അത് ഒരുവിധം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രൊഫൈൽ നന്നായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓക്കെ, ഇവിടെ മാത്രമല്ല, ഒരു ലിങ്ക്ഡിൻ വഴി നമ്മൾ എപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് അതേപ്പറ്റി. പ്രൊഫൈൽ നന്നായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കുക, ഇൻക്ലൂഡിങ് കവർ ഫോട്ടോ, പ്രൊഫൈൽ ഫോട്ടോ, ഹെഡ്ലൈൻ, എബൌട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ 100 കണക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒക്കെയാണ്. അപ്പം ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവുക. സോ ഈ സ്റ്റേജിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ജോബ് ആപ്ലിക്കേഷൻസ് അയക്കാൻ പറ്റുകയും അതിനൊരു ആൾക്കാരൊന്നും ചെക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുക സാധ്യത ഈ ഒരു സ്റ്റേജിലായിരിക്കും. സോ ലിങ്ക്ഡിൻ ജോബ്സ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. രണ്ടാമത്തത് ബിസിനസ് പേജസ് ആണ്. അതായത് നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള തരത്തിലുള്ള കമ്പനീസ് അറിയായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IT വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് MNCs ആയിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ മാത്രമായിട്ടൊക്കെയുള്ള IT കമ്പനീസ് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ TCS ആവട്ടെ, CTS ആവട്ടെ, ഇൻഫോസിസ് ആവട്ടെ, വിപ്രോ ആവട്ടെ, UST ഗ്ലോബൽ ആവട്ടെ, അങ്ങനെയുള്ള കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് പൊതുവെ പല ഫീൽഡിലും അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഫുഡ് ടെക്നോളജി പഠിച്ച ആൾക്കാർ നമ്മളുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ പറയുന്നത്, ഈ പറഞ്ഞൊരു ഉദാഹരണം പറയുന്നത് ഈസ്റ്റേൺ. അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലും അങ്ങനെയുള്ള ഫേംസ് ഉണ്ടാവാം. ഇനി ഇത് ബാധകമാവാത്ത ചില ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വ്യത്യസ്ത ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. സോ ഇനി നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ കമ്പനീസിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ എയിമിലുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ കമ്പനീസിൻ്റെ ബിസിനസ് പേജിൽ പോവാം. ഇപ്പോൾ ഈസ്റ്റേൺ ആണെങ്കിൽ ഈസ്റ്റേൺ എന്നുള്ള കമ്പനിയുടെ പേജ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കിൽ കാണാൻ സാധിക്കും. ആ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അവിടെ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ടാവും. അതായത് അവിടെ ഇന്ന തരത്തിലുള്ളൊരു പൊസിഷനിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഒരു ഹയറിംഗ് നടക്കുന്നുണ്ടെന്നൊരു പോസ്റ്റ്, ഒരു ഹയറിംഗ് പോസ്റ്റ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും ലിങ്ക്ഡിനിൽ തന്നെ. സോ ദാറ്റ് യു ക്യാൻ അപ്ലൈ. അത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കാം, ഒരു വർഷം കഴിഞ്ഞായിരിക്കാം, എപ്പോഴാണെങ്കിലും. എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇതൊരു ലിങ്ക്ഡിൻ പ്രീമിയം മാത്രമുള്ള ഫീച്ചറാണോ അല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ ലിങ്ക്ഡിൻ പ്രീമിയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കത് ചെക്ക് ചെയ്യേണ്ടി വരും. സോ ബിസിനസ് പേജസിന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വേക്കൻസീസ് കാണാനും വേക്കൻസീസ് വരുമ്പോൾ അറിയിക്കാൻ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനും പറ്റുകയും ചെയ്യും. മറ്റൊന്ന് ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സ് ആണ്. അധികം പേര് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഗതിയാണ് ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഫീൽഡ് ആയിക്കോട്ടെ, ജോബ് റോൾ ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്സ് ലിങ്ക്ഡിനിൽ ഉണ്ടാവും. അപ്പോൾ അവ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ ആ ഒരു ജോബ് ആസ്പിരൻസ് ആയിരിക്കാം, പഠിക്കുന്നവരായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവാം. സോ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ തന്നെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവിടെ വേക്കൻസീസ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാവാം. അവിടെ തന്നെ ചിലപ്പോൾ റിക്രൂട്ടേഴ്സും ഉണ്ടാവാം. സോ തീർച്ചയായിട്ടും ഗ്രൂപ്പ്സ് വഴി ഹയറിംഗ് നടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഗ്രൂപ്പ്സിൽ റിക്രൂട്ടേഴ്സ് ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. അത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇത് കാണുന്ന ആൾക്കാർ പല ഇൻഡസ്ട്രീസിലുള്ളവരൊക്കെ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് സാധ്യതകൾ കൂട്ടാൻ സാധിക്കും. നാലാമത്തത് റിക്രൂട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 2 തരത്തിൽ റിക്രൂട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ കമ്പനി പേജസ് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്കാണ് തിരിച്ചു പോവുകയാണെങ്കിൽ, ഈസ്റ്റേൺ എന്നൊരു കമ്പനിയുടെ പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പീപ്പിൾ എന്നുള്ള ടാബ് എടുത്തു കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ ഈസ്റ്റേണിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അവിടെ ആ പ്രൊഫൈൽ ഓരോന്ന് എടുത്ത് നോക്കാതെ തന്നെ ആ പീപ്പിൾ എന്നുള്ള ലിസ്റ്റിൽ തന്നെ അവരുടെ ഡെസിഗ്നേഷൻസ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്തുമ്പോൾ ചിലപ്പോൾ 2-3 പേജിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ റിക്രൂട്ട്മെന്റിൽ HR വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും.
സോ അങ്ങനെ നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യാം, അവരെ ഫോളോ ചെയ്യാം, അവർക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കാം, അപ്പം തന്നെ ഒരു മെസ്സേജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഇന്നൊരു പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ ഇന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, സോ ഞാൻ ഇങ്ങനെ ഒരു ഇത് നോക്കുകയാണ്, സോ അവിടെ ഒരു വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ ഉടനെ എങ്ങനെ ഹയറിംഗ് ഉണ്ടാവുമോ എന്ന് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യായിരുന്നു എന്ന രീതിയിൽ ഒരു സിംഗിൾ മെസ്സേജ് ഒറ്റയടിക്ക് അയക്കുക. ആൻഡ് അത് ഒരു മെസ്സേജ് അയച്ച് നിർത്താണ്ട് അത് കണക്റ്റഡ് ആയിട്ടിരിക്കുക, അവരുടെ കണ്ടന്റ് ഫോളോ ചെയ്യുക. കാരണം അവർ നാളെ ഹയറിംഗ് നടത്തുന്ന സിനാരിയോയിൽ അവരത് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. സോ നമുക്ക് നാളെയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കണം. അതുപോലെ ഈ ബിസിനസ് പേജസിൽ പോയിട്ട് ഈ കമ്പനികളിൽ നിന്ന് കണ്ടുപിടിക്കാതെ തന്നെ നിങ്ങൾക്ക് അതല്ലാതെ തന്നെ റിക്രൂട്ടേഴ്സിനെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ജസ്റ്റ് റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ HR എന്നുള്ള രീതിയിലൊക്കെയുള്ള വേർഡ്സ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ പല റിക്രൂട്ടേഴ്സിന്റെ പ്രൊഫൈൽസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെ എടുത്ത് നോക്കുക, അവർ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ, നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള കമ്പനിയിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണോ എന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്ത് അവരെ ഫോളോ ചെയ്യുക, അവരുമായിട്ടും സംസാരിക്കുക. സോ അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്തിട്ടാണെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് സാധിക്കും. 5ാമത്തെ പോയിന്റ് തൊട്ട് മുമ്പ് പറഞ്ഞതുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ റിക്രൂട്ടേഴ്സിനെ കണക്ട് ചെയ്ത് പോകുന്നത് പോലെ തന്നെ റിക്രൂട്ടേഴ്സ് അല്ലാത്തവരെയും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് റെഫറൽസ് വഴി പല കോർപ്പറേറ്റ് കമ്പനീസിലും റെഫറൽ സിസ്റ്റം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അവിടെ ആൾക്കാരെ റെഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് അവിടുത്തെ വേക്കൻസീസ് എല്ലാം IT നോൺ IT സകലമാന വേക്കൻസീസും അവിടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാം ആ ഒരു പൊസിഷനിലേക്ക്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇൻ കേസ് അവരെ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്നിട്ടൊരു 6 മാസം പൂർത്തിയാക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞാനും അവരും അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു എമൗണ്ട് കമ്പനിയിൽ നിന്ന് ഇൻഫോസിസിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പോഴും ഇതേ രീതി തന്നെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ സംസാരിക്കുന്നത് 2010 കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു സ്കീമുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ പലവിധ കമ്പനികളിലും ഈ റെഫറൽ സ്കീമുണ്ട്. അപ്പം നിങ്ങളൊരു ഒരാളെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഹയർ ചെയ്തു, അയാൾ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. അത് ചില സ്ഥാപനങ്ങളിലൊക്കെ വലിയ എമൗണ്ട് പോലും കിട്ടാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഒരു പർട്ടിക്കുലർ വേക്കൻസിയിലേക്ക് ഒരാളെ നോക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കാഷ്വലി അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സുഹൃത്ത് ഒരാൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ പുള്ളിയുടെ റെസ്യൂമെ അയച്ചു കൊടുത്തു. 2 months കഴിഞ്ഞപ്പം ഞാൻ വേറെ ഒന്നും അപ്ഡേറ്റ് ചെയ്തില്ല. ഇടയ്ക്ക് എപ്പോഴും ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഹയർ ചെയ്തു എന്ന് പറഞ്ഞു. 2 months കഴിഞ്ഞപ്പം എനിക്ക് ഇയാൾ 10,000 rupees അയച്ചു തന്നു. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ ബോണസിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് അയച്ചു തന്നാണ്. അപ്പോൾ പുള്ളിക്ക് എത്ര കിട്ടിക്കാണും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ട് പോലും കിട്ടുന്നത് കൊണ്ട് ആൾക്കാർ നല്ല പ്രൊഫൈലുള്ളവരെയൊക്കെ ആണെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് വില്ലിങ് ആവും. സോ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് പേജസ് എടുക്കുക, USD ആവട്ടെ, വിപ്രോ ആവട്ടെ, ഇൻഫോസ് ആവട്ടെ, അങ്ങനെ നമ്മൾ പേജ്, ഞാൻ ആക്ച്വലി ഇവിടെ മാത്രം എന്നുള്ളതല്ല, അങ്ങനെ കമ്പനിയുടെ പേജ് നോക്കിയിട്ട് അവിടെയുള്ള ആൾക്കാരെ നോക്കുക, പ്രൊഫൈൽസ് കയറി നോക്കുക, ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്ന ആൾക്കാരെ കണക്ട് ചെയ്യുക. എന്നിട്ട് അവരോട് ഈ പറഞ്ഞ പതുക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. സോ റെഫറലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് പ്രൊഫൈൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, കണക്ഷൻസ് ഉണ്ടാവണം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ജോബിന് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ഒരു നല്ല വിസിബിലിറ്റി കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞിരുന്നു. അത് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക, കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടുക. ഇപ്പം നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആൾക്കാരുടെയൊക്കെ പ്രൊഫൈൽ പലപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും, കുറച്ച് കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മളുടെ അടുത്ത് വരുമ്പം ഞങ്ങളതിന് സ്കോപ്പ് ഉണ്ടാവും നോക്കുമ്പം ഒരുപാട് സ്കോപ്പ് ഉണ്ടാവും. കാരണം റെസ്യൂമേയിൽ ഒരാളുടെ റെസ്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ക്യാച്ച് ആവണമെന്നില്ല പ്രൊഫൈലിലെ കണ്ടന്റ്. കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സ്കോപ്പ് ഡെഫിനറ്റ്ലി ഉണ്ട്. പല സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സ് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പ്രൊഫൈൽ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിക്രൂട്ടേഴ്സിനെ സെർച്ച് ചെയ്ത് അവരുടെ പ്രൊഫൈൽസ് കണ്ടുപിടിച്ച് അവരെ കണക്ട് ചെയ്ത ആപ്ലിക്കേഷൻസ് വേക്കൻസീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ലിങ്ക്ഡിനിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പ്രാക്ടീസാണ്. റിക്രൂട്ടേഴ്സ് ഓരോ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്ററെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ടീച്ചറെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഈ ടേംസ് വെച്ചിട്ട് അവർ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഫൈൽസ് ഒക്കെ അവർ കയറി നോക്കിയിട്ട് പ്രൊഫൈൽസിലൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നത് എടുത്ത് വെച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യും. അത് ലിങ്ക്ഡിൻ വഴി തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊഫൈൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് ഹൈഡ് ചെയ്ത് പ്രൈവറ്റ് ആക്കി വെക്കരുതെന്ന് പറയുന്ന റീസൺ അതാണ്. 2, വളരെ ക്യാച്ചി ആയിട്ട് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരിങ്ങനെ റാൻഡമായിട്ട് പല പ്രൊഫൈൽസ് കാണുമ്പോൾ കൺവിൻസ്ഡ് ആവുള്ളൂ.
സോ നമ്മുടെ പ്രൊഫൈൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ എന്താ പറയുക, ഇങ്ങനെയുള്ള റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഏഴാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഫൈലിൻ്റെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ പ്രൊഫൈൽ നന്നാക്കി ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന റിക്രൂട്ടേഴ്സിന് വിസിബിൾ ആയിരിക്കും നമ്മുടെ പ്രൊഫൈൽ എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇനി അതല്ലാത്തൊരു ഭാഗമാണ് വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് പ്രൊഫൈൽ നന്നാക്കി വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് ലിങ്ക്ഡിനിൽ എൻഗേജ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക. സോ ലിങ്ക്ഡിൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും മറ്റു ആൾക്കാരുടെ പോസ്റ്റുകളിൽ എൻഗേജ് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മളുടെ പ്രൊഫൈൽ പല സ്ഥലങ്ങളിലായിട്ട് വിസിബിൾ ആക്കി കാണിക്കാനായിട്ട് നമുക്ക് പറ്റും. സോ ആദ്യം തന്നെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം പലപ്പോഴും ആൾക്കാർക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത്ര ഈസി ആവണമെന്നില്ല. സോ നിങ്ങൾക്ക് അതിനുള്ളൊരു എബിലിറ്റി ആദ്യം തോന്നുന്നില്ലെങ്കിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ ഫീൽഡും സബ്ജക്റ്റും ഒക്കെ ആയിട്ട് ബന്ധമുള്ള, പ്രൊഫഷനായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ പോസ്റ്റ് പ്രൊഫൈൽസ് കണ്ടുപിടിക്കുക, അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പോസ്റ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരുടെ പോസ്റ്റുകളിൽ കമൻറ്റ് ചെയ്യുക. വെറുതെ ഗ്രേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നുള്ള രീതിയിലൊക്കെ വെക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് പതുക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. നമുക്ക് ടെക്സ്റ്റ് പോസ്റ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ എങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കാറുകൾ വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഗതിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ലോഞ്ച് ചെയ്യുന്ന കാറുകൾ, അത് ഇൻ്റർനാഷണൽ ലോഞ്ച് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം പ്രോപ്പർലി. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേപ്പറ്റി നിങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കൊരു 2, 3, 4 സെൻറ്റൻസിലാണെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. സോ ആ ഒരു വണ്ടിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തുകൊണ്ട് അതോടൊപ്പം ഞാൻ ഇന്ന വണ്ടിയുടെ ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ബിക്കോസ് അവരുടെ ഈ വണ്ടിയുടെ ഇന്ന ഫീച്ചേഴ്സ് എന്നെ വളരെ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ നല്ലൊരു ചലനം സൃഷ്ടിക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ക്രിയേറ്റ്. ചിലപ്പോൾ ആരെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ഡിസ്കഷൻ അവിടെ നടന്നേക്കാം. സോ ആ തരത്തിൽ പോലും ആകാം നമ്മളുടെ കണ്ടന്റ് ക്രിയേഷൻ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണെങ്കിൽ, അതല്ല ഈ ഒരു വെഹിക്കിൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ഒരു ഹോബിയുടെ പുറത്തായതുകൊണ്ട് മാത്രം അത് ഇട്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ജോബുമായിട്ടോ ഇൻഡസ്ട്രിയായിട്ടോ കണക്റ്റഡ് അല്ലെങ്കിൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആ തരത്തിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും കമൻസ് രേഖപ്പെടുത്തുന്നതും ഒക്കെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ വിസിബിലിറ്റി കൂട്ടും. സോ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് സെർച്ച് ചെയ്ത് വരാതെ തന്നെ ലിങ്ക്ഡിൻ പലപ്പോഴും സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ പേര്, പ്രൊഫൈൽ അല്ലെങ്കിൽ കമൻറ്റോ പോസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. സോ അങ്ങനെ പ്രൊഫൈൽ കയറി നോക്കാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണുന്നു, നല്ല റീൽ ഇഷ്ടപ്പെട്ടു, അയാളുടെ പ്രൊഫൈൽ കയറി നോക്കുന്നു, അപ്പോൾ പിന്നെ കുറേ റീൽസ് ഉണ്ട്, നല്ല രസമുണ്ട്, ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് ഹെൽപ്ഫുൾ ആകുന്നത് ഒരു വിധത്തിലും കൂടിയാണ്. അതായത് ആദ്യം ഒബ്വിയസ്ലി തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനെ നോക്കുന്ന റിക്രൂട്ടേഴ്സിൻ്റെ കണ്ണിൽ പെട്ടാൽ ഹെൽപ്ഫുൾ ആവും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്സിലൊക്കെ പൊതുവേ ഉള്ളൊരു ശീലം എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നൊരു കാര്യം, അവരൊരു വേക്കൻസിക്ക് വേണ്ടി ഒന്നും കാത്തിരിക്കണമെന്നില്ല. അവരൊരു നല്ല കാൻഡിഡേറ്റിനെ കണ്ടാൽ അവരുടെ ടീമിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ശ്രമങ്ങൾ നടത്തും. അപ്പം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരാൾ കൊള്ളാമല്ലോ, നമുക്കൊന്ന് ഹയർ ചെയ്താലോ എന്ന രീതിയിലേക്ക് ആൾക്കാർ ചിലപ്പം വന്നേക്കാം. സോ അത് ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 7 പോയിന്റ്സ് ആണ് എന്ന് പറയാനായിട്ടുള്ളത്. ഇങ്ങനെ 7 രീതികളിൽ കൂടി നിങ്ങൾക്ക് ലിങ്ക്ഡിൻ വഴി ജോലി കണ്ടെത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. സോ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. ഏറ്റവും ആദ്യം പറയുന്നത് ഒരിക്കലും മറക്കാതിരിക്കുക, നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാവുകയും ഒരു നമ്പർ ഓഫ് കണക്ഷൻസ് ഒരു 100 എങ്കിലും ഉണ്ടാവുകയും ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം മാത്രം ലിങ്ക്ഡിൻ ജോബ്സ് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻസ് നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത പക്ഷം ഇത് ഹെൽപ്പ് ചെയ്യില്ല. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും സജഷൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എനിക്ക് ലിങ്ക് അയച്ചു തരാം ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലേക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പലപ്പോഴും അയച്ചു തരുന്ന ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ചിലപ്പോൾ പേരും ഒരു എക്സ്പീരിയൻസ് മാത്രമേ കാണുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ല. അപ്പം മാക്സിമം ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ഡേറ്റിന് ശേഷം മാത്രം എനിക്ക് അയയ്ക്കുക.
വാട്സാപ്പിൽ താഴെ കാണുന്ന നമ്പറിൽ അയക്കുമ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ റിവ്യൂ ആണ് ആവശ്യമെന്നും നിങ്ങളുടെ ലിങ്കും അയയ്ക്കുക. ഒരു ഹായ് അയച്ചിട്ട് എൻ്റെ റെസ്പോൺസിന് വേണ്ടി കാത്തിരുന്ന സമയം കളയാതിരിക്കുക. അതെനിക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും അതിന് റെസ്പോൺസ് കിട്ടാതിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നിങ്ങൾ നേരിട്ട് എനിക്ക് നമ്പറിലേക്ക് അയക്കുക, എന്നതാണ് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് പറയാനായിട്ടുള്ളത്. അഡീഷണലി ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ ലിങ്ക്ഡിൻ ട്രെയിനിങ്, റെസ്യൂമെ പ്രിപ്പറേഷൻ, മൂക്ക് ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ടീമിനെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.